ഒരു ജസ്റ്റ് ഒരു വൺ ഷോട്ട് ഉണ്ട്. ആ ഷോട്ടിൽ നമ്മൾ വി ആർ എക്സ്പെക്ടിങ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. ഒരു രക്ഷയില്ല. ഈ പടം കണ്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഞെട്ടി വരച്ചിട്ടാണ് പോയത്. രോമാഞ്ചമാണ്. നല്ല പടമായിരുന്നു, നല്ല പടമായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലുള്ള മേക്കിങ്ങും പ്രതീക്ഷിക്കാത്ത കഥാസന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന നല്ലൊരു പടം. ജയറാം വളരെ മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സഹ നടന്മാരും നടിമാരും എല്ലാവരും നല്ല രീതിയിൽ അതിനകത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഒരു റോള് അത് പ്രേക്ഷകരിലൊരു ആവേശം ഉണർത്തിയിട്ടുള്ളത്. ഞെട്ടലൊന്നുമില്ല, എന്നാലും ഞെട്ടലൊക്കെ മമ്മൂട്ടിയുടെ ശബ്ദം നേരത്തെ വന്നുകൊണ്ട് ആ ഞെട്ടൽ മമ്മൂട്ടി എവിടെ വരും എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു. ആ പ്ലേസ്മെൻറ്റ് നല്ലൊരു പ്ലേസ്മെൻ്റ് ആയിരുന്നു. നിരാശപ്പെടുത്തിയ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം ചെയ്യുന്ന പയ്യനും വളരെ നല്ലൊരു അഭിനയമായിരുന്നു. കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. ഒന്നുകൂടെ കാണുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു മൊത്തം ഭംഗി നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. മുകേഷില്ല ജഗദീഷിൻ്റെ റോൾ അസാധ്യ റോളായിരുന്നു. ജഗദീഷിൻ്റെ ചെറുപ്പകാലം ചെയ്ത ആളും വളരെ ഓരോ ക്യാരക്ടറിനെ നമ്മൾ വിലയിരുത്തേണ്ട ഒരു രീതിയിലേക്കുള്ള ഒരു പടമാണ്. നല്ല മിഥുൻ മാനുവലിൻ്റെ നല്ല സിനിമകളിൽ മികച്ചു നിൽക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെ ചേർക്കപ്പെടുന്ന ഒരു സിനിമയാണ്. ജയറാം നല്ല അഭിനയം. ജയറാമിൻ്റെ മറ്റു പടങ്ങളിൽ നിന്ന് റീലോഞ്ചെന്നല്ല, ജയറാമിനെ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല, പ്രതിഭ തെളിയിച്ച ആൾക്കാരാണല്ലോ ഇവർ. പക്ഷേ ജയറാമിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു കഥാപാത്രത്തെ അഭിനയിച്ച നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ ഇത് വിലയിരുത്തപ്പെടുക തന്നെ ചെയ്യും. ഇത് സക്സസ്സാണ്. അതായത് കുറച്ച് മെഡിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്ന്, അതായത് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് തന്നെ കാണേണ്ടിരുന്നു. പിന്നെ ജയറാമേട്ടൻ നമ്മൾ പണ്ട് കണ്ട സിനിമകൾ, കഥാനായകൻ, ദില്ലിവാല, രാജമരങ്ങളുള്ള ഫിലിം ഒഴിച്ചിട്ട് അങ്ങനെ ഒരു കുടുംബ പ്രേക്ഷകൻ എന്ന രീതിയിലുപരി അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്ന പെർഫോമൻസ് സൂപ്പറാണ്. പിന്നെ മമ്മൂക്കയുടെ എൻട്രൻസ് ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് എ സസ്പെൻസ് ഡെഫിനറ്റ്ലി. ഇറ്റ്സ് ക്യാമിയോ പ്ലേസ്മെൻറ്റ്സ് ഇസ് ഡെഫിനറ്റ്ലി അതൊരു ഗൂസ് ബംസ് വരുന്നൊരു ഇത് തന്നെയാണ്. പിന്നെ എസ്പെഷ്യലി ക്ലൈമാക്സ് എന്ന് പറയുന്ന ക്ലൈമാക്സിൽ ഞാൻ അത് പറയുന്നില്ല, കാരണം തീർച്ചയായിട്ടും അത് റിവ്യൂ ആയതുകൊണ്ട്. ക്ലൈമാക്സിൽ ജയറാമേണ്ട ഒരു ജസ്റ്റ് ഒരു വൺ ഷോട്ട് ഉണ്ട്. ആ ഷോട്ടിൽ നമ്മൾ വി ആർ എക്സ്പെക്ടിങ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. ഡെഫിനറ്റ്ലി വി ആർ എക്സ്പെക്ടിങ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. ഈ മൂവി ഫസ്റ്റ് പാർട്ട് കണ്ടവർ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി പൈസ കൊടുത്ത് തിയേറ്ററിൽ വന്ന് കണ്ടിട്ടിരിക്കും സെക്കൻഡ് പാർട്ട്. ഡെഫിനറ്റ്ലി വി ആർ വെയിറ്റിംഗ് ഫോർ എബ്രഹാം ഹൗസ്ലർ സെക്കൻഡ് പാർട്ട്. തീർച്ചയായിട്ടും മിഥുൻ മാനുവൽ തോമസിൻ്റെ ആ ഒരു കണക്ഷൻ, സ്ക്രീൻ പ്ലേ ഇസ് എവറിത്തിങ് ഇസ് ഗുഡ്. ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ കുറച്ച് ഇൻവോൾവ് ആയിട്ടിരുന്ന് കാണണം. നമ്മളിപ്പോൾ ഇൻ്റർവെല്ലിന് പോയി കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ആ ഇൻവോൾവ് ആയിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇസ് എ ഗുഡ് മൂവി. And thank you മിഥുൻ മാനുവൽ തോമസ് and ജയറാമേട്ടൻ കി ജയ്. താങ്ക് യു. എൻ്റെ പൊന്നു ചേട്ടാ, 2022, 23, 24 ആയപ്പോഴത്തേക്ക് വീണ്ടും ഞെട്ടിക്കാൻ വേണ്ടി മമ്മൂക്ക ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. എന്ത് ഞെട്ടലായിരിക്കും. മാസ് ലെവൽ ഒരു രക്ഷയില്ല. ഈ പടം കണ്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഞെട്ടി വരച്ചിട്ടാണ് പോയത്. ഞെട്ടി വരച്ചിട്ട്. കാരണം അതേപോലെ ആ മമ്മൂട്ടിയുടെ ആ മാസ് കാണിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാണ് ഒന്ന് പറഞ്ഞതാ. ആ ത്രില്ലിലിരിക്കുക. എൻ്റെ പൊന്നെ, എനിക്ക് ഒരു രക്ഷയില്ല ആ മമ്മൂട്ടിയുടെ ആ ഒരു ഇത് കണ്ടിട്ട്. അങ്ങനെ കൊണ്ട് എൻ്റെ അമ്മ ആ ഒരു വരവ് ശരിക്കും പറയാൻ ഞെട്ടിച്ച്. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്. ലാസ്റ്റ് നമുക്കൊരു ഡയലോഗ് പറയുന്നുണ്ട്. അത് പറയുന്നില്ല, അത് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാകും. അത് ഞാൻ പ്രതീക്ഷ അത്രയും വന്നില്ല. നല്ല അടിപൊളി പടമായിരുന്നു. എൻട്രി സൂപ്പറായിരുന്നു കേട്ടോ. എൻട്രിക്കകത്ത് തന്നെ പടത്തിൻ്റെ സംഭവം ഏകദേശം ഒരു ഗസ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് അറിയാണ്ടിരുന്നെങ്കിൽ അതിൻ്റെ ഫീല് സൂപ്പറായിരുന്നു. പടം അങ്ങനെയല്ല, മമ്മൂക്കക്ക് എൻട്രി കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര പ്രതീക്ഷിക്കും. പക്ഷേ ഇമോഷണൽ ഡ്രാമ അല്ലാതെ ഭയങ്കര ക്രൈം ത്രില്ലർ സംഭവം, ഭയങ്കര ഇമോഷണൽ ഡ്രാമയാണ്. അത് പ്രൊമോഷനിൽ പറഞ്ഞ കണക്ക് തന്നെ അവർ 100% സത്യമായിട്ട് തന്നെ പറഞ്ഞത്. പടം ഭയങ്കര ഇമോഷണൽ മെഡിക്കൽ ഡ്രാമ അല്ലാതെ ഒരു നമ്മളിങ്ങനെ ഗൂസ് ബംസ് പെട്ടെന്ന് ഇങ്ങനെ പേടിക്കുന്ന സീൻ അങ്ങനെ ഒന്നുമില്ല. പക്ക ഒരു പ്ലെയിൻ ത്രില്ലർ. പക്ഷെ നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ. അഞ്ചാം പാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം ത്രില്ലർ മാതിരി നമ്മൾ സൈക്കോപാത്ത് ത്രില്ലർ ഇതങ്ങനെയൊന്നുമില്ല. ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇമോഷണൽ ത്രില്ലർ അത്രേ ഉള്ളൂ. കൂടുതലും എന്താ ഒരു റിവെഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന സെറ്റപ്പ്. അല്ലാതെ ഭയങ്കരമാണ് സൈക്കോപാത്ത് കൊടൂര വില്ലൻ അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടെ വൺ ടൈം ആയിട്ട് സൂപ്പറായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അധികം സീനൊന്നുമില്ല. എന്നാലും ജയറാമേട്ടനും നമുക്ക് രണ്ടുപേരും കട്ടൊക്കെ ആയിരുന്നു. അതുമാത്രമല്ല കുറേ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ കാസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ സ്ക്രീൻ പ്ലേ മിഥുൻ മനോഹരൻ എഴുതിയത് സൂപ്പറായേനെ.
ആ ഡോക്ടർ എഴുതിയിരിക്കുന്നതിനൊരു ഇതുണ്ട്. കാരണം കുറേ ടേംസ് ഒക്കെ കുറേ കത്തത്തില്ല നമുക്ക്. സാധാരണ ആൾക്കാർക്ക് ടേംസ് ഒന്നും കുറേ കത്തത്തില്ല. പക്ഷേ മിഥുൻ മാനൂർ തന്നെ സ്ക്രീൻ പ്ലേ ചെയ്യുന്നത് സൂപ്പറായതിനെ. ഗരുഡനൊരു വൈബ് ഇട്ടിനെ. സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള ഹിൻഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അസ്യൂം ചെയ്ത് എടുക്കാം. അല്ലാതെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള സ്കോപ്പ് ഒന്നും തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഹിൻഡ് ഉണ്ട്. സെക്കൻഡ് പാർട്ട് വേണമെങ്കിലും ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു അസംഷൻ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഊഹിച്ചെടുക്കാം. ക്ലൈമാക്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് കാണുമെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ പക്ഷേ പ്രേക്ഷകന് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ആ പ്രെഡിക്റ്റ് ചെയ്തതിനപ്പുറം അവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ അവർ എറിയിപ്പിക്കും. അതാണ് സംഭവം. പൊളി എൻട്രി പൊളി പറഞ്ഞണക്ക് തന്നെ കുലുങ്ങി തിയേറ്റർ സെറ്റായിരുന്നു. എൻട്രി അടിപൊളിയായിരുന്നു. അത് എൻട്രി വേറെ പൊളിയായിരുന്നു. അതൊന്നും പറയാനില്ല. അത് മിസ് ചെയ്യരുത്. അതിനുവേണ്ടി തന്നെ പടം കാണാം. അമ്മാരും ഐറ്റം ഉണ്ട് അതിനകത്ത്. ഓക്കെ. സെക്കൻഡ് ഹാഫ് പൊളിച്ച് ഇമോഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. ഏതാണ്ട് അതുപോലൊക്കെ നിൽക്കുന്ന ഒരു പടമാണ്. പേശക പടമാണ്. സൂപ്പർ ക്യാമിറ ഉണ്ട്. അതാണ് വേറെ ലെവലൊക്കെ ഉണ്ട്. രോമാഞ്ചമാണ്. സൂപ്പറാണ്. അടിപൊളി പൊളിച്ച്. അതെ എക്സ്പെക്ട് ചെയ്യാത്തായിരുന്നു.